ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. വിവേകാന്യമായിട്ട് ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകമായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. സ്നേഹമായി, കരുണയായി ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിനെ നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4 ശനിയാഴ്ചകളായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ കുരിശിലെ 7 തിരുമൊഴികളാണ്. ഇന്ന് ശനിയാഴ്ച ഒരിക്കൽ കൂടി കുരിശിലെ 7 തിരുമൊഴികളിൽ 5-ാമത്തെ തിരുമൊഴിയെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 5-ാം തിരുമൊഴി നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനമാണ്. എനിക്ക് ദാഹിക്കുന്നു എന്നതാണ് 5-ാമത്തെ തിരുമൊഴി. വേദനയുടെ ദൈവശാസ്ത്രമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ എനിക്ക് ദാഹിക്കുന്നുവെന്ന കർത്താവിൻ്റെ ആ തിരുമൊഴിയെ വിളിക്കുന്നത്. ഈശോയുടെ ശാരീരിക വ്യതകളെ കാണിക്കുന്ന തിരുമൊഴിയാണ് എനിക്ക് ദാഹിക്കുന്നുവെന്ന തിരുമൊഴി. കുരിശില് കർത്താവ് അനുഭവിച്ച ആ പീഡാനുഭവങ്ങൾ തീർച്ചയായിട്ടും കർത്താവിന് ശാരീരികമായ, മാനസികമായ, ആത്മീയമായ വലിയ വ്യതകളാണ് നൽകിയത്. മണിക്കൂറുകൾ നീണ്ട പീഡാനുഭവം കർത്താവിൻ്റെ ശരീരത്തെ വളരെയധികം തളർത്തിയതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരീരമാസകലമുള്ള മുറിവുകൾ, ശിരസിൽ ആഴ്ന്നിറങ്ങിയ മുൾമുടി. കുരിശിൽ ഈശോ ഏതാണ്ട് 6 മണിക്കൂറുകൾ കിടക്കേണ്ടി വന്നു. ഉള്ളം കൈയിലും പാദത്തിലും ആഴ്ന്നിറങ്ങിയ ആണികളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം വിവരണാതീതമാണ്. കുരിശിൽ ഇത്രയും സമയം കിടക്കുന്നത് തന്നെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി എല്ലാ മുറിവുകളിലൂടെയും രക്തം വാർന്നൊഴുകുന്ന ഒരു അനുഭവമാണ്. പെട്ടെന്ന് മരിക്കാതെ സമയമെടുത്തുള്ള മരണമാണ് കുരിശിലുള്ള മരണത്തിലൂടെ റോമാക്കാര് യേശുവിനു വേണ്ടി അവൻ്റെ മരണത്തിലൂടെ അവര് കണക്കാക്കിയിരുന്നത്. യേശുവിൻ്റെ സ്ഥിതി അതിദാരുണമായിരുന്നു. തൊണ്ട വരണ്ടുണങ്ങി വല്ലാതെ ദാഹിച്ചു. തലേ ദിവസം രാത്രിയിൽ അവൻ എന്തെങ്കിലും കുടിച്ചതാണ്. ഗത്സമേൻ തോട്ടത്തിൽ അവൻ രക്തം വിയർത്ത് വിഷമിച്ചു. പട്ടാളക്കാർ അവനെ അവിടെ നിന്ന് കയ്യാപ്പാസിൻ്റെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ നിന്നും അതിരാവിലെ പീലാത്തോസിൻ്റെ ഭവനത്തിലേക്കും അവിടെ നിന്ന് ഹെറോദേസിൻ്റെ അടുത്തേക്കും അവിടെ നിന്ന് വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിലേക്കുമൊക്കെ കർത്താവിനെ ഭടന്മാര് വലിച്ചിഴച്ചുകൊണ്ടാണ് പോയത്. ചമ്മട്ടി അടികളേറ്റ് മുൾക്കിരീടം ധരിച്ച്
കുരിശ് ചുമന്ന് കാൽവരിയോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി കാൽവരിയുടെ മുകളിൽ വച്ച് കുരിശിൽ കിടക്കുമ്പോൾ യേശു ഈ 5-ാമത്തെ തിരുമൊഴി ഉരുവിടുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. സകലത്തിൻ്റെയും സൃഷ്ടാവും പാറയിൽ നിന്ന് മോശയ്ക്ക് വെള്ളം കൊടുത്തവനും കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവനും ഞാൻ കൊടുക്കുന്ന വെള്ളത്തിന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് സമറിയാക്കാരിയോട് പറഞ്ഞവനും ആയ ദൈവമായ കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നമ്മളെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഇത് അനാദി മുതലുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാൻ ഈ സുവിശേഷത്തിൽ സകലതും പൂർത്തിയായി എന്ന് കണ്ട് പ്രവചനങ്ങൾ പൂർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ഈശോ ആരുടെയും മുമ്പിൽ കരുണയ്ക്കായിട്ട് യാചിച്ചില്ല. അവൻ വേദന സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടത് മനുഷ്യകുലത്തിനു വേണ്ടിയാണ്. തൻ്റെ കഠോരമായ വേദനയിലും ആശ്വസിപ്പിക്കാൻ വന്ന സ്ത്രീ ജനങ്ങളോട് ഈശോ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് വിലപിക്കുവിൻ എന്നാണ്. എല്ലാ പ്രവചനങ്ങളും തന്നിൽ പൂർത്തിയാകണം എന്നറിഞ്ഞുകൊണ്ടാണ് ഈശോ സകല പീഡകളും തൻ്റെ ശരീരത്തിലും ജീവിതത്തിലും ഏറ്റെടുക്കുന്നത്. ഇത് വിധിയല്ല, ഇത് പ്രവചന പൂർത്തീകരണമാണ് എന്നാണ് ഈശോ നമുക്ക് ഈ പീഡാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി തരുന്നത്. അവർ അവന് പുളിച്ച വീഞ്ഞ് നൽകിയെന്ന് ആ വാക്കുകൾ സങ്കീർത്തനം 69-ാം അധ്യായം 21-ാം വചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. മറ്റൊരു കാര്യം, ഈശോയുടെ ഈ പീഡാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ 5-ാം തിരുമൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവർക്ക്, കുറുക്കുവഴികൾ തേടുന്നവർക്ക് ഇത് ഒരു പാഠം കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 33-34 വചനങ്ങൾ. കാൽവരിയിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞു കുടിക്കുവാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന തിരുമൊഴി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനമാണ്. അവൻ്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണിത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വചനം ഇപ്രകാരം പറയുന്നു, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞു എന്ന്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 33-34 വചനങ്ങൾ. ഈശോ കാൽവരി കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയത് അതിന് ഉടനെ സംഭവിച്ച ഒരു കാര്യമാണ്. അവന് വീഞ്ഞ് നൽകിയെങ്കിലും അവൻ അത് നിരസിച്ചു എന്നത്. അതായത് ബോധം അറിയുവാന്, വേദന അറിയാതെ കുരിശിൽ തറയ്ക്കപ്പെടുവാനൊക്കെയായിട്ട് ആ കാലഘട്ടങ്ങളിൽ ഒരു പാനീയം അവർക്ക് നൽകിയിരുന്നു. പോസ്ക എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. രുചിച്ചു നോക്കിയെങ്കിലും
അവനത് കുടിക്കുവാൻ വിസമ്മതിച്ചു എന്ന് പറയുന്ന പാനീയം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനത്തിൽ പറയുന്ന യേശു സ്വീകരിച്ച് കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മരിച്ച ആ പാനീയം, അതിന് തൊട്ടു മുമ്പാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഒരു വ്യഗ്രത പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് സകല പീഡകളും സഹിച്ചു, പ്രലോഭനങ്ങളെ അവിടുന്ന് അതിജീവിച്ചു. എന്നാൽ കർത്താവിൽ വിശ്വസിച്ചാൽ, അവനെ അനുഗമിച്ചാൽ കുരിശുകളും വേദനകളുമൊക്കെ മാറിപ്പോകുമെന്നുള്ളൊരു ആത്മീയതയുണ്ട്. അത് തെറ്റായ ആത്മീയതയാണ്. കുരിശിൽ ഈശോ വേദനകളിൽ നിന്ന് ഓടിയകന്നില്ല, മുറിവുകൾ അവൻ ഏറ്റെടുക്കാതിരുന്നില്ല. എന്നാൽ ഇവയെല്ലാം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ജീവാർപ്പണം ചെയ്ത ഈശോയുടെ ജീവിതം, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുറുക്കു വഴികൾ എടുക്കാതെ വേദനകളും സഹനങ്ങളും ജീവിതത്തിൽ അവ ജീവിത കുരിശുകളായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അഭിഷേകവും കൃപയും ക്രൂശിതനോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ, കരുണയുടെ അനുഭവമൊക്കെയാണ്. മനുഷ്യ ജീവിതത്തിൽ ദാഹമെന്നത് വിശപ്പിനേക്കാൾ വലുതായ ഒരു കാര്യമാണ്. മരണസമയത്തെ ദാഹം പോലെ അത്ര ദുസ്സഹനീയമായ ഒരു ദാഹം മനുഷ്യ ജീവിതത്തിൽ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മരണസമയത്ത് കൂടെ കൂടെ വെള്ളം തൊട്ടുകൊടുക്കുക എന്നൊരു രീതി നമ്മുടെ സമൂഹത്തിലുമുള്ളത്. അതിനാൽ അതികഠോര വേദനയുടെ നടുവിലും അവർ നൽകിയ പോസ്ക എന്ന പാനീയം വേദനകളെ മറക്കുവാന്, വേദനകളില്ലാതെ കുരിശിൽ മരിക്കുവാൻ അവൻ രുചിച്ചു നോക്കിയെങ്കിലും അവൻ കുടിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് സകല പീഡകളും സകല ക്രൂരതകളും കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കുറുക്കു വഴികളിലൂടെയല്ല, സഹനത്തിൻ്റെ, കുരിശിൻ്റെ വഴികളിലൂടെയാണ് ഈശോ നമ്മെ വീണ്ടെടുത്തത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്ത് കുറുക്കു വഴികളാണ് എവിടെയും നാം കാണുക. ജന്മവാസനകൾ, അധമവികാരങ്ങൾ, ജഡികാസക്തികളൊക്കെ ജീവിതത്തിൽ അതെല്ലാം നിയന്ത്രണങ്ങളും വിട്ട് കയറൂരി വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലും വ്യക്തിബന്ധങ്ങളിലും ജീവിതങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും വിവിധ പേരുകളിൽ, രീതികളിൽ നമ്മുടെ യുവജനങ്ങളെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെയൊക്കെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ മസ്തിഷ്കം മന്ദീഭവിച്ച് മരിച്ച് മരുവിച്ച് പോയതിനാൽ മക്കളെ, ഭാര്യയെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ വരെ വെട്ടിനുറുക്കുന്ന ഭയാനകമായൊരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നാം കടന്നു പോകുന്നത്. ജീവിതത്തിൽ നാം ഉണരേണ്ടിയിരിക്കുന്നു. അമാദിക്കരുത്. സമൂഹം ഇങ്ങനെയുള്ള ലഹരികളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. നോമ്പുകാലം ആത്മനിയന്ത്രണം വഴി, പരിത്യാഗ പ്രവൃത്തികൾ വഴി ഇങ്ങനെയുള്ള ലഹരികൾക്ക് വിട നൽകി ആത്മീയമായ നവീകരണം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട സമയമാണ്. നോമ്പ്, പ്രിയമുള്ളവരെ, നമ്മെ അടിമപ്പെടുത്തുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് പോലും സ്വയം കുറേ ദിവസത്തേക്ക് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള ആത്മനിയന്ത്രണം നേടുന്ന സമയമാണ്. ആഗ്രഹങ്ങളെ, വികാരങ്ങളെ ആത്മീയമായി നിയന്ത്രിക്കുന്ന സമയം. മനസ്സ് ആത്മാവിൻ്റെ ശാന്തത കൈവിടാതെ അത് ക്രൂശിതനോടൊപ്പം അവനെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്ന സമയം കൂടിയാണ് നോമ്പാചരണം എന്ന് പറയുന്നത്. പൈശാചിക പ്രലോഭനങ്ങളായ നിഷേധാത്മകതയെ മാറ്റി നിർത്തി ആത്മീയ ചിന്തകളാൽ മനസ്സ് നിറച്ച് ശാരീരിക ദാഹത്തെ നേരിട്ട്
അതിനെ ശമിപ്പിക്കുവാനുള്ള ത്വര നിഷേധിച്ചവൻ നമ്മളോട് ഇന്ന് ഈ നോമ്പുകാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ച് കുരിശിൽ കിടന്ന് അവിടുന്ന് പറഞ്ഞ ആ തിരുമൊഴികളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് 5-ാം തിരുമൊഴി, എനിക്ക് ദാഹിക്കുന്നു എന്ന ആ തിരുമൊഴിയെപ്പറ്റി ധ്യാനിച്ച് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ഒരു ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രക്ഷയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് ഒരു നാളും ദാഹിക്കാത്ത ജീവജലം കുടിക്കുവാൻ ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മെ ശക്തരാക്കട്ടെ. ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഓൺലൈനിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യവും സകലവിധ വ്യാധികളിൽ നിന്ന് മോചനവും എല്ലാം നൽകിക്കൊണ്ട് കർത്താവ് അവരെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാനഡയിൽ ധ്യാനിപ്പിക്കുന്ന വിജിലച്ചനെയും റോമിലായിരിക്കുന്ന മഞ്ഞാക്കലച്ചനെയും പാലക്കാട് ഇന്ന് ആരംഭിക്കുന്ന കരിക്കിലച്ചൻ നയിക്കുന്ന ധ്യാനത്തെയും പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മയും നമ്മായിരിക്കുന്ന അവസ്ഥയും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.